Hello friends, I'm Akhil. This is the brand new Palam 60. ആപ്പിൾ പഴമില്ലേടേ. ഇതിൽ ഞാൻ അൺബോക്സിങ് വേറെ ഒന്നുമില്ല. ഞാനൊരു 15 ദിവസം യൂസ് ചെയ്ത് ഈ 15 ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ക്യാപ്ചർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കാര്യമില്ലാതെ ആപ്പിൾ കൊടുത്തതാണ്. ഒരു കാര്യമില്ല. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഞെക്കുമ്പം എന്ത് സംഭവിക്കും? ഫോൺ ഷേക്കാവും. ചുമ്മാ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതിൽ നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ കുറഞ്ഞു, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഇതിലൊരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഏകദേശം 85% ചാർജ് ഉണ്ട്. അത് 20% ആവുകയും ചെയ്ത്. നല്ല ഹീറ്റിങ്ങാണ്. ഹീറ്റിങ്ങിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. ബാറ്ററിയൊക്കെ പരമ കഷ്ടമാണ്. 80,000 രൂപ നമ്മൾ 3400 mAh ബാറ്ററിയുള്ള ഈ ഫോൺ വാങ്ങണം. ഡിസ്പ്ലേ 60 Hz. നല്ല ചിപ്സെറ്റൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും 60 Hz ഡിസ്പ്ലേ വെച്ച് ആരാണ് ഗെയിം കളിക്കണതെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതിലുള്ള അടുത്തുള്ളൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ക്യാമറ, ഇതിൻ്റെ വീഡിയോയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. വ്ളോഗ് ചെയ്യാൻ കിഡിലുമാണ് ഇതിൻ്റെ വീഡിയോ. ആപ്പിളിൻ്റെ വീഡിയോ ക്യാമറ സൂപ്പറാണ്. നിങ്ങൾ ആർക്കും പറയേണ്ട കാര്യമില്ല. കിഡിലാണ്. കിഡിലാണ്. ഇതിലൊരു കിഡിൽ അപ്ഡേറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു. നമ്മളൊരു വീഡിയോ എടുത്തെന്നിരിക്കട്ടെ, നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എഡിറ്റ് കൊടുത്ത് ഇവിടെ ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പം ഇവിടെ സ്റ്റാൻഡേർഡ്, ഇൻഫ്രെയിം, സ്റ്റുഡിയോ, സിനിമാറ്റിക് എന്ന് പറഞ്ഞിങ്ങനെ 4 ഓപ്ഷൻ വരും. ഇതിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞത് കിഡിലുമാണ്. സ്റ്റുഡിയോ മീൻസ് നമ്മളിപ്പോൾ ആരെങ്കിലും പുറത്ത് എന്തെങ്കിലുമൊക്കെ നോയ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മാക്സിമം കുറച്ചിട്ട് നമ്മളെ സൗണ്ട് മാത്രം നല്ല ക്ലിയർ ആയിട്ട് തരുന്ന ഒരു ഓപ്ഷനാണ്. അതൊരു കിഡിൽ അപ്ഡേറ്റ് ആയിട്ട് തോന്നി. പക്ഷെ ബാക്കി ആ സ്റ്റുഡിയോ ഒഴിച്ച് ബാക്കി എല്ലാം ഒന്നിനൊന്ന് ശോകമാണ്. അത് വേറെ കാര്യം. അതുകൊണ്ട് ഇതിലോട്ടുള്ള മെയിൻ ഒരു കാര്യം ആപ്പിൾ ഇൻ്റലിജൻസ്. അത് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതാരും യൂസ് ചെയ്യില്ല. കാരണം നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലും നേരെ യൂസ് ചെയ്യാത്ത നമ്മൾ എങ്ങനെയാണ് ഈ ആപ്പിൾ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത്? ഷോക്ക് ചുമ്മാ പറയാമോ ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്? ആരും യൂസ് ചെയ്യാമോ? അതാണ് സത്യം. ഇതിൽ പിന്നെ ഫിൽറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫിൽറ്ററിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ഫിൽറ്റർ സെലക്ട് ചെയ്യാൻ മാത്രമല്ല ചെയ്യണത്. പക്ഷേ ഇതിൽ ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഏതൊരു ലെവലിൽ വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ ഒരു അപ്ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് ബാറ്ററി കാര്യം പറഞ്ഞല്ലോ, ഭയങ്കര ഷോക്ക്. നമുക്കൊരു ചുമ്മാ കോൾ വിളിച്ച് കിടക്കാൻ കൊള്ളാം. ഒരു ദിവസം നിൽക്കും. iPhone 15 ഉള്ളവരൊന്നും ഇത് തൊടല് ഒന്നുമില്ല. അത് സെയിം സാധനം. ആ ക്യാമറ അവിടെ നിന്ന് ഇങ്ങനെ ഒന്നത് താഴെ വെച്ച് തന്നു. പിന്നെ ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒരു ബട്ടൺ തന്നു. $80,000. 80 കൊടുത്ത് എൻ്റെ പൊന്നു മക്കളെ ഇതാരും വാങ്ങല്. പിന്നെ ഐഫോൺ ഇഷ്ടമുള്ള ഐഫോൺ എടുക്കണമെന്നിങ്ങനെ ഭയങ്കര ഭ്രാന്ത് പിടിച്ച് കിടക്കണം. ആരും ഐഫോൺ എടുക്കുമായിരിക്കും. എല്ലാവരും എടുക്കും. അവരെല്ലാവരും എടുക്കും. ഒരു പ്രാവശ്യം എടുത്ത് പഠിക്കുമ്പോഴേ അവർ നിർത്തും. അവരൊക്കെ എടുക്കണം. അവരൊക്കെ ഈ സാധനം എടുക്കണം. 80,000 രൂപ എടുത്ത് എടുക്കണം. iPhone 15 55 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ട് ഓഫർ പ്രൈസിനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എടുക്കണം. പിന്നെയും കൊള്ളാം. കാരണം വേറെ ഒരു മാറ്റവും ഇല്ല. ഇതേപോലെ ചെറിയൊരു അപ്ഡേറ്റും ഒരു ബട്ടൺ. ഈ ബട്ടൺ മാത്രമേ ഉള്ളൂ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ബട്ടൻ്റെ കാര്യം പറയണം. വേറെ ഒന്നുമില്ല. കറക്റ്റ് ഒരു പഴം കണ്ടാ, ഒരു പഴത്തിൻ്റെ ലോഗോ ബാക്കിലുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതെടുത്ത് പറ്റിപ്പോയി. ബൈ.